ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളെവിടെ പോകണമെന്ന് വെച്ചാൽ കോടനാടാണ്. നമ്മളിപ്പോൾ രാവിലെ നബിദിനമൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഹാദി ഇന്ന് രാവിലെ തന്നെ എണീച്ചതുകൊണ്ട് ഹാദിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ഉറക്കാൻ നോക്കിയിട്ട് അവൻ എന്ത് ചെയ്ത് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉച്ചയ്ക്ക് കുറേ നേരം ഉറക്കാൻ നോക്കി, എന്നിട്ട് അവൻ ഉറങ്ങുന്നുണ്ടായില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവൻ കാറിലിരുന്ന് ഭയങ്കരമായിട്ട് ഉറക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അവസാനം ഉറങ്ങി തുടങ്ങിയിട്ട് ഞങ്ങൾ ഉറക്കാൻ വിട്ടില്ല അവനെ. അങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന് അവിടെ എത്തി അവനെ പുറത്തേക്ക് ഇറക്കിച്ചപ്പോൾ പിന്നെ ആൾ ഭയങ്കര ഉഷാറായി. അങ്ങനെ പിന്നെ അവൻ ഫുൾ ഓട്ടം ചാട്ടം ഇത് തന്നെയായിരുന്നു. അവനെ പിടിക്കാൻ അവന് സമ്മതിക്കേണ്ടായിരുന്നില്ല. അവൻ ഒറ്റ ഓട്ടം അങ്ങടേക്കും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ ഓടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഡ്രസ്സിൽ എന്തോ ഒരു കരിയില വന്ന് ഞാനപ്പോൾ അത് മാറ്റി അതിൻ്റെ ഇടയ്ക്കൂടെ അവൻ ഓടി. പിന്നെ നമ്മൾ നേരെ പോയത് ആദ്യം മാനിൻ്റെ അടുത്തേക്കാണ്. കുറേ മാനുകളുണ്ടായിരുന്നു അവിടെ. കുറേ കുഞ്ഞു മാനുകൾ. ഈ അറ്റത്തായതുകൊണ്ട് എല്ലാം കുരുകുരാന്ന് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. സൂം ചെയ്ത് നമ്മൾ നോക്കിയാലേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാദിക്ക് അത് അത്ര കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്താ അവിടെ നടക്കണ സംഭവം എന്ന് അവനക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് അവൻ എങ്ങടേക്കോ നോക്കുന്നുണ്ടായിരുന്നു. ഇതെന്താ ഇവിടെ ഇത്ര മരങ്ങൾ, ഇതെന്താ ഇവിടെ ആൾക്കാരെന്നൊക്കെ ഉള്ളൊരു മട്ടിലായിരുന്നു അവൻ. അതിനുശേഷം നമ്മളിത് തൊട്ടപ്പുറത്തെ ഒരു വെറൈറ്റി ഓഫ് മാൻ്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേര് വന്നിട്ട് സാമ്പാർ ഡിയർ എന്നാണ്. ഞാനതിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തേക്കാം, നിങ്ങളത് കണ്ടോ. അങ്ങനെയാണ്, ഒരു വെറൈറ്റി പേരാണ് അതിൻ്റെ സംഭവം. അത് എന്തോ കളർ വ്യത്യാസമാണ്, ബ്ലാക്ക് കളറാണ്. നമുക്ക് ഈ പോത്തിനെയൊക്കെ പോലെ തോന്നും. അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ ഇവൻ്റേതായ ഏതൊരു ലോകത്താണ് അവൻ ഇരിക്കുന്നത്. ഞാൻ അവനെ ഇടയ്ക്ക് തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു, എവിടെയാടാ നീ എന്നൊക്കെ ചോദിച്ച്. അവനതൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ എന്താ സംഭവം, അവിടെ സാധനമാണോ എന്താണെന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ലോകത്ത് എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. എന്താണെന്ന് അവന് മാത്രം അറിയാം. അതിനുശേഷം നമ്മൾ അവനെ താഴെ ഇറക്കി വിട്ടു. അപ്പം അവൻ ഓട്ടമാണ്. അപ്പം ഞാൻ പോയി പിടിക്കാൻ നോക്കുന്നുണ്ട്. കൈ പിടിച്ചിട്ടൊന്നും അവൻ നിൽക്കുന്നില്ല. അവൻ ഭയങ്കര ഓട്ടമാണ്. ഞാൻ പിടിച്ചിട്ടേ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ ഓടായിരുന്നു. അതെൻ്റെ കൈയൊന്ന് പിടിച്ചിട്ട് അവൻ അത് വിടിച്ചോടി. പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അതിനുശേഷം നമ്മൾ പോയത് എവിടെയാണ്, ആനയുടെ അടുത്തേക്കാണ്. കോടനാട് വന്നാൽ പിന്നെ ആനയല്ലേ നമുക്കുള്ളത്. അപ്പം നമ്മൾ ആനയുടെ അടുത്തേക്കാണ് വന്നത്. കുറേ ആന ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഇതിൽ മാത്രം ആന ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാത്തിലും ആന ഉണ്ടായിരുന്നു. ഇതൊക്കെ പെണ്ണാനകളാണ്. ഫസ്റ്റ് നിന്ന ആനയുടെ പേര് പാർവതി എന്നാണ്. അവൾക്ക് 18 വയസ്സ്. ഈ കിടന്ന് തലയിട്ട് കുലുക്കണ ആനയുടെ പേര് അഞ്ജന എന്നാണ് അവളുടെ പേര്. അവൾക്ക് 19 വയസ്സാണ്. എല്ലാം കുട്ടി ആനകളാണ്. എല്ലാം പെണ്ണാണ്. പിന്നെ കണ്ടോ, ഇതിൻ്റെ അകത്ത് എഴുതിയേക്കണം അഞ്ജന 19 വയസ്സ്. അവൾ ഭയങ്കര കുസൃതിക്കാരിയാണെന്നാണ് തോന്നണത്. കാരണം ഭയങ്കര തലയിട്ടാട്ടണേ. അപ്പോൾ തൊട്ട് ബാക്കിൽ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ആന, നിങ്ങളത് കണ്ടോ? ആ ആന മറ്റേ ആ കുളത്തിലുള്ള ആന, കുളമല്ല, ആ ഒരു ഏരിയയിലുള്ള ആനയാണെന്ന് എനിക്ക് തോന്നണേ. പിന്നെ അതെ അപ്പുറത്തൊരു ആനയുണ്ട്, അതും നന്നായിട്ട് തലയിട്ട് കുലുക്കുന്നുണ്ട്. അവളുടെ പേരാണ് ആശ. ഈ 3 എണ്ണം പെണ്ണുങ്ങളാണ്. ഇപ്പോൾ ബാക്കിൽ നിൽക്കണ ആന എന്ന് പറഞ്ഞത് അതൊരു ആണാണ്. ഞാൻ ഫസ്റ്റത്തെ ഒരു കോളത്തിൽ ആന ഇല്ലയെന്ന് പറഞ്ഞില്ലേ, അവിടെ അതൊരു ആണിൻ്റെ പേരായിരുന്നു ഞാൻ കണ്ടത്. ഞാനത് മറന്നു. അപ്പം ഞാൻ ഹാദിനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആനയുടെ ഫ്രണ്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഹാദിക്കാണെങ്കിൽ അങ്ങടേക്ക് അകത്തേക്ക് പോകണം, അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, നമ്മുടെ ആശ പണി പറ്റിക്കുന്ന വീഡിയോയാണ് കാണുന്നത്. അവൾ ഷട്ടർ തുറന്നിട്ട്, അപ്പോൾ അത് കാണാൻ കുറേ ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. ആദ്യമാണ് എന്ത് സംഭവം അവിടെ നടക്കണേന്നറിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. വെള്ളം വരുന്ന എവിടെ നിന്നാ. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ആശ, അഞ്ജന, ഈ ആന ഒരു ആണാണ്. കണ്ടോ, അതിൻ്റെ കൊമ്പ് കണ്ടോ, എലിക്കാട്ട് കൊമ്പാണ് അതിൻ്റെ പേരാണ് അഭിമന്യു. 50 വയസ്സുണ്ട്. 50 വയസ്സായതുകൊണ്ട് തന്നെ തൊലിയൊക്കെ ഭയങ്കര ചുളിഞ്ഞ് പാവം ക്ഷീണിതൻ പോലെയാണ് നിൽക്കുന്നത്. ഭയങ്കര ടയർഡായിട്ട് നിൽക്കണതിന് പോലെ എനിക്ക് തോന്നി. ഇതാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ആണാന. പിന്നെ ബാക്കിൽ നിൽക്കണ ഒരാനയും ആന തന്നെയാണ്. അതിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ. ഇനി ഫസ്റ്റത്തെ കോളത്തിലുള്ള ആനയാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതിനുശേഷം വന്നപ്പോൾ ഈ അഞ്ജനയ്ക്ക് ഭയങ്കര നൃത്തമൊക്കെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വന്നപ്പോൾ തുടങ്ങിയ തലയാട്ടമാണ്. അത് ഇതുവരെയും ആൾ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല.
19 വയസ്സല്ലേ, അപ്പോൾ ഭയങ്കര എനർജറ്റിക്കാണ് അവൾ. എപ്പോഴും ആൾക്കാരെ കണ്ടിട്ടാന്ന് തോന്നുന്നത് അവൾ ഭയങ്കര കുസൃതിയും എന്തൊക്കെയോ അവളുടേതായ രീതിയിലുള്ള ഡാൻസിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ആനേനെ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ അറ്റത്തേക്ക് നമ്മൾ നടന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആനയുടെ പേരാണ് പീലാണ്ടി ചന്ദ്രു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പേര് കേട്ടിട്ട് ഭയങ്കര ചിരി വരുന്നുണ്ടായിരുന്നു. എന്നാൽ അല്ലെങ്കിൽ ആനയ്ക്കൊക്കെ ആരെങ്കിലും അങ്ങനത്തെ പേരിട്ട് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഈ ആന ചന്ദ്രു എന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, പീലാണ്ടി ചന്ദ്രു. അതിന് 50 വയസ്സോ 49 വയസ്സോ അങ്ങാണ്ടാണ്. പിന്നെ അതാ ഈ കാണുന്ന സാധനം, ഇത് കാട്ടിൽ നിന്ന് വന്ന ആനകളെയോ അങ്ങനെ എന്തോ മതവിളകി വന്ന ആനയോ കാട്ടാന അങ്ങനത്തെ എന്തോ ആനകളെയൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് മെരുക്കിയിട്ട് നാട്ടാനെ ആക്കുന്ന സംഭവമാണ്, ആ സ്ഥലമാണ് അത്. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് നാട്ടാനാക്കിയിട്ടാണ് പുറത്തേക്ക് ഇറക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ അതിന് ശേഷം നമ്മൾ നടന്നു പോയപ്പോൾ ഇതുപോലെ കുറേ ഹട്ടുകളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ കയറാൻ നോക്കി, പക്ഷെ കയറിയില്ല. ആദ്യം ഉള്ളതുകൊണ്ട് തന്നെ കയറാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് കയറിയില്ല. അതിനുശേഷം നമ്മൾ നടന്ന് പോകുമ്പോൾ ഫുള്ള് ചുറ്റും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് കാട് പോലത്തെ, എനിക്ക് ഇങ്ങനത്തെയൊക്കെ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു നേച്ചർ, ഒരു തണൽ, ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നല്ല രസമില്ലേ. നല്ല ഒരു കൂളിങ് ഇല്ലെങ്കിൽ തന്നെ ഒരു ചെറിയൊരു കൂളിംഗ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര രസമാണ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ആദ്യം അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതാ നേരെ പോയത് അവിടെ ഒരു മിനി പാർക്കുണ്ട്, അപ്പോൾ അവിടേക്കാണ് പോയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ ഒരു ക്യാൻറ്റീനിൽ കയറി ഒരു സോഡാലയമും ഒരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൊച്ചിന് വടയും കൊടുത്ത് അതിനുശേഷം ഈ പാർക്കിലേക്ക് ഇറങ്ങി. അവിടെ ആദ്യം കുറച്ച് നേരം കളിപ്പിച്ചു. അതിൻ്റെ തൊട്ട് ചേർന്ന് പുഴയൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ടാണ് ആനകൾ കുളിക്കുന്നതും മറ്റും. വേറെ ആനകളൊക്കെ വന്നെന്തോ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആദ്യം ഭയങ്കര കരച്ചിലാണ്. അവൾക്ക് അവിടെ പോയി കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര വാശിയായിരുന്നു. അതിനുശേഷം അവനെ എടുത്തിട്ട് പോകുമ്പോൾ അവൻ്റെ കൈയൊന്ന് കഴുകിച്ച് അവിടെ നിന്ന് എടുത്തിട്ട് അവനക്ക് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് അവൻ പിന്നെ ഭയങ്കരമായിട്ട് കരഞ്ഞ്. അതിനുശേഷം അടുത്തുള്ള വെള്ളത്തിൽ പിന്നെ അവനൊന്ന് കൈയൊന്ന് ജസ്റ്റ് ഒന്ന് നനപ്പിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്. കാരണം അവന് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അവൻ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. എപ്പോഴും വെള്ളത്തിലാണ് അവൻ കളിക്കാറ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് തിരിച്ചു പോയി. കാറിൽ വെച്ച് അവൻ ഉറങ്ങി. അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ആകെ ടയേർഡായി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ.